ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നാണെങ്കിൽ ഞാൻ ഒരുപാട് ദിവസമായേ ലോങ് വീഡിയോകളൊക്കെ ഇട്ടിട്ട്. മോൾക്ക് പനിയായിരുന്നു, ഇളയ മോൾക്ക് അമ്മാളുവിന് ഹോസ്പിറ്റലിലൊക്കെ ആയിരുന്നു. അപ്പം അവളെയൊക്കെ സുഖമായിട്ട് കൊണ്ടുവന്നിട്ട് വീഡിയോ ഒക്കെ ഇടാമെന്ന് വിചാരിച്ചു കേട്ടോ. ഇടയ്ക്ക് ഞാൻ ഷോർട്സൊക്കെ ഇടുന്നുണ്ടായിരുന്നു, പക്ഷേ ലോങ് വീഡിയോ ഒന്നും അധികം ഇട്ടിട്ടില്ലായിരുന്നു കേട്ടോ. പിന്നെ ഒരു കാര്യം ഞാൻ പറയട്ടെ, എല്ലാ വീഡിയോയിലും ഞാൻ പറയും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, ലൈക്ക് ചെയ്യണേ, കമൻറ്റ് ചെയ്യണേ എന്നൊക്കെ. പക്ഷേ ഒരുപാട് പേരും സബ്സ്ക്രൈബ് ചെയ്യാതാണ് ചാനൽ കാണുന്നത്. പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ അതെനിക്കൊരു ഉപകാരമാകും കേട്ടോ. ഒരുപാട് നാൾ 3 കൊല്ലത്തോളം ഞാൻ PSC ഒക്കെ പഠിച്ച് ഒക്കെ ട്രൈ ചെയ്തതാണേ. പക്ഷേ അതിലൊന്നും ഒരു ഫലവും കണ്ടില്ല. പ്രിലിമിനറി ഒക്കെ പാസ്സാവും, മെയിൻ ലിസ്റ്റ് വരുമ്പം ഒരുപാട് പുറകിലോട്ടായിരിക്കും എൻ്റെ ലിസ്റ്റിലുള്ളത്. അപ്പം അതൊന്നും ശരിയായില്ല. അപ്പോൾ അതൊന്നും എനിക്ക് പറ്റുന്ന പണിയല്ല എന്ന് വിചാരിച്ചിട്ട് അതൊക്കെ നിർത്തി വെച്ചിട്ട് ഒരു 4 മാസം മുമ്പാണ് ഞാൻ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയത്. പിന്നെ ഇതിൽ നിന്നൊരു ഏണിങ്സൊക്കെ ഉണ്ടാക്കാം എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ഞാൻ ഈ ചാനൽ തുടങ്ങിയത്. അല്ലാതെ തമാശയ്ക്ക് തുടങ്ങിയൊരു ചാനലൊന്നുമല്ല. അതുകൊണ്ട് ഇത് ഒരുപാട് പേരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുകയാണ് ചെയ്യുന്നത്. ദയവ് ചെയ്ത് എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ എനിക്കതൊരു ഉപകാരമാകും കേട്ടോ. അപ്പോഴേ ഇന്ന് ഞാനാണെങ്കിൽ ഒരു കൊഞ്ച് ഫ്രൈയും ഒരു മാമ്പഴ പുളിശ്ശേരിയും ഉണ്ടാക്കി ഒരു തട്ടിക്കൂട്ട് ഊണാണ് റെഡിയാക്കിയത്. കാര്യം എന്ന് വെച്ചാൽ ചേട്ടനൊന്നും ചോറ് കൊണ്ടുണ്ടായിരുന്നു. പിന്നെ മക്കളും ഞാനും മാത്രമേ ഉള്ളൂ. അവർക്ക് മാമ്പഴ പുളിശ്ശേരി ഭയങ്കര ഇഷ്ടമാണ്. വേറെ ഒരു കറിയില്ലെങ്കിലും ഒരു മാമ്പഴ പുളിശ്ശേരി ഉണ്ടെങ്കിൽ ചോറുണ്ണാൽ അത് മതി. പിന്നെ ഞാൻ വിചാരിച്ച് എന്തായാലും മീനൊക്കെ വാങ്ങിക്കൊണ്ട് വന്നു. അപ്പോൾ പിന്നെ ആ കൊഞ്ചങ്ങ് ഫ്രൈ ചെയ്ത് കൊടുക്കാമെന്ന്. അങ്ങനെ ഞാനങ്ങ് കൊഞ്ച് ഫ്രൈ ചെയ്യാനും അരപ്പൊക്കെ പുരട്ടി വെച്ചിട്ടുണ്ട്. പിന്നെ ആണെങ്കിൽ മാമ്പഴ പുളിശ്ശേരിക്ക് ഞാനാണെങ്കിലേ നാട്ടു മാങ്ങ എന്നൊക്കെ പറയും, നമ്മൾ ഉറിഞ്ചി കുടിക്കുന്ന ഉറിഞ്ചി മാങ്ങ എന്നൊക്കെ പറയും, ആ മാങ്ങയാണ് എടുത്തേക്കുന്നത്. ആ മാങ്ങ എടുക്കുന്നതാണ് ടേസ്റ്റ് കേട്ടോ. നല്ല ടേസ്റ്റിലുണ്ടാക്കാൻ പറ്റുന്നത് ആ മാങ്ങ. മറ്റേ പഴുത്ത മാങ്ങ നമുക്ക് എടുക്കാം, പക്ഷേ കൂടുതലും മാമ്പഴ പുളിശ്ശേരിക്ക് ഈ മാങ്ങയാണ് നല്ലത്. എൻ്റെ ചെറുതിലൊന്നും ഞാനങ്ങനെ മാമ്പഴ പുളിശ്ശേരിയൊന്നും അധികം അങ്ങനെ കൂട്ടിയിട്ടേ ഇല്ല. ഇപ്പോഴും അടുത്തിടയ്ക്കാണ് ഞാൻ മാമ്പഴ പുളിശ്ശേരി എന്ന് പറയുന്ന സംഭവം ആദ്യമായിട്ട് കഴിക്കുന്നത് തന്നെ. എല്ലാവരും പറയും, എനിക്ക് നൊസ്റ്റാൾജിക് ഫീൽ തരുന്നതാണ് ഈ മാമ്പഴ പുളിശ്ശേരി. അങ്ങനെയൊക്കെ ഞാൻ സിനിമയെ കണ്ടിട്ടേ ഉള്ളൂ കേട്ടോ. നമ്മുടെ ജീവിതത്തിലൊക്കെ വരുമ്പോൾ അതൊന്നും പ്രാവർത്തികമൊന്നും ആയിട്ടില്ല. നമ്മൾ സാധാരണ പുളിശ്ശേരി അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ, പിന്നെ വെള്ളരിക്കയിട്ട പുളിശ്ശേരി അങ്ങനെയൊക്കെ കഴിച്ചിട്ടുണ്ട്. അല്ലാതെ ഈ മാമ്പഴ പുളിശ്ശേരി എന്ന് പറയുന്നത് അടുത്തിടയ്ക്കാണ് ഞാൻ ട്രൈ ചെയ്ത് നോക്കിയത് തന്നെ കേട്ടോ. ഒരു ദിവസം ഞാൻ കഴിച്ച് കഴിഞ്ഞപ്പോൾ അതിൻ്റെ ടേസ്റ്റ് നന്നായിട്ടുണ്ടായിരുന്നപ്പോൾ പിന്നെ ഞാൻ മക്കൾക്ക് വച്ച് കൊടുക്കുമായിരുന്നു ചെയ്തത് കേട്ടോ. അങ്ങനെ ഞാനും മാമ്പഴ പുളിശ്ശേരി കഴിച്ചു. അപ്പോൾ എന്താണ്ട് ഇന്ന് നമ്മൾ മാമ്പഴ പുളിശ്ശേരിയാണ് ഉണ്ടാക്കുന്നത്. ഇതിൻ്റെ റെസിപ്പി ഞാനൊരു ഷോർട്ടായിട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ. അത് കാരണമാണ് ഇതിൻ്റെ റെസിപ്പി ഒന്നും ഞാൻ പറയാത്തത്. പിന്നെ കൊഞ്ച് ഫ്രൈ ചെയ്യാൻ എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. ഇഞ്ചിയും വെളുത്തുള്ളിയും കുരുമുളകും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും ഒക്കെ ചേർത്ത് അരച്ച് ആ പേസ്റ്റ് ചേർത്ത് കുറച്ച് നേരം വെച്ചിട്ട് നമ്മൾ ഫ്രൈ ചെയ്തെടുത്താൽ മതി. അത് കാരണം ഇന്നൊരു കൊച്ചു വീഡിയോ ആണ്, എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണണേ. എന്നിട്ട് എനിക്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത്, കമൻറ്റ് ചെയ്യാനും മറന്നു പോകരുത്, ലൈക്ക് ചെയ്യാനും മറന്നു പോകരുത്. ഒരു ലൈക്കൊക്കെ ചെയ്യുമ്പോഴേ നമുക്കൊരു മോട്ടിവേഷനാണ്. ഹായ്, എൻ്റെ വീഡിയോയ്ക്ക് ഇത്രയൊക്കെ ലൈക്ക് കിട്ടുമോ എന്നൊക്കെയുള്ളൊരു പ്രതീക്ഷ കേട്ടോ. പിന്നെ മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കുമ്പോൾ ഒരു കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി, നെയ്യിൽ വറുത്തിടുക. അതാണെങ്കിൽ ഒരുപാട് ടേസ്റ്റാണ്. എൻ്റെ ജോലികളൊക്കെ ഒരുവിധം കഴിഞ്ഞിട്ടുണ്ട്. ഇന്ന് തട്ടിക്കൂട്ട് ആയതുകൊണ്ട് അത് രണ്ടും കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ പാത്രങ്ങളെല്ലാം കഴുകിയെടുത്ത് കേട്ടോ. അങ്ങനെ എൻ്റെ ഇന്നത്തെ പണികളൊക്കെ ഒരുവിധം കഴിഞ്ഞ്. പിന്നെ എനിക്ക് പറയാനുള്ള കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പറ്റി. അതൊക്കെ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കേട്ടിട്ടുണ്ടെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു കേട്ടോ. അന്നേരേ ഇന്നത്തെ വീഡിയോ ആണെങ്കിൽ ഇത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. ഇന്ന് വലിയ പണികളൊന്നും ഇല്ലാത്തൊരു ദിവസമായിരുന്നു, ഒരു റെസ്റ്റ് ദിവസം എന്ന് നമുക്ക് പറയാം. എല്ലാ ദിവസവും നമ്മൾ ഒരുപാട് ജോലികൾ ചെയ്യല്ലേ. അപ്പോൾ ഇന്നത്തെ ദിവസം ഒരു റെസ്റ്റ് ദിവസമായിരുന്നു എനിക്ക് കേട്ടോ. അപ്പം ഞാൻ എൻ്റെ പണികളെല്ലാം പെട്ടെന്ന് തീർത്ത്, അടുക്കള പണിയെല്ലാം തീർന്ന്. ഇപ്പോൾ ഭയങ്കര ചൂടല്ലേ, അടുക്കളയിൽ നിൽക്കാനൊന്നും പറ്റത്തില്ല, ഭയങ്കര ചൂടാണ്. അത് കാരണമാണ് ഞാൻ പെട്ടെന്ന് എല്ലാ പണികളും തീർത്തത്. ഇനി എനിക്ക് വലിയ പണികളൊന്നുമില്ല കേട്ടോ. അന്നേരം ഇന്നത്തെ വീഡിയോ നിങ്ങളെ ബോറടിപ്പിച്ചിട്ടില്ല എന്ന് ഞാൻ കരുതുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് ഞാൻ കരുതുന്നു കേട്ടോ. പിന്നെ ഇഷ്ടമായെന്ന് കരുതുന്നു എന്ന് പറയുമ്പം എല്ലാവർക്കും ഒന്നും ഇഷ്ടമായി കാണത്തില്ല അല്ലേ. നമ്മൾ സാധാരണ ഒരു വീട്ടമ്മയുടെ സാധാരണ വിശേഷങ്ങളാണ് കാണിക്കുന്നത്.
അല്ലാതെ ഞാൻ വലുതായിട്ട് പുറത്തൊന്നും അധികം പോയി വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. പുറത്ത് പോകുന്ന വീഡിയോ ഒക്കെ എടുക്കണമെന്നൊക്കെ ഉണ്ട്. പക്ഷേ എന്തോ ഒരു ചമ്മല. ആളുകളൊക്കെ എന്ത് വിചാരിക്കും, അവർക്കൊക്കെ ഇഷ്ടാവുമോ, അങ്ങനെയൊക്കെ കാണിക്കുമ്പം എന്തെങ്കിലും പറയുമോ എന്നൊക്കെയുള്ള ഒരു വിഷമാണേ. എന്നാലും ഞാൻ ട്രൈ ചെയ്യുന്നുണ്ടേ. എല്ലാവരും എൻ്റെ വീഡിയോ കണ്ടതിന് താങ്ക്സ്. വേറെ വീഡിയോ ആയിട്ട് വീണ്ടും